ഹായ് ഗൈസ്, വെൽക്കം ടു റിത്നി വേൾഡ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫിലിപ്പീനോ ചിക്കൻ ഡിഷാണ്, അഡോബോ ചിക്കൻ. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് സോയ് സോസ്, 1/3 കപ്പ് റൈസ് വിനെഗർ, 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി, 3 ബേ ലീഫ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 20 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഇത് ഫുള്ളി കുക്ക് ആകേണ്ട ആവശ്യമില്ല, കാര്യം ഇത് കഴിഞ്ഞ് നമ്മൾ സോസിലിട്ട് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. സോ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ആ പാത്രത്തിൽ കാണുന്ന ആ ഒരു ജ്യൂസ് പോലുള്ള സംഭവം കൂടി എടുത്തു വെക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു മാരിനേഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ അഡോബോ ചിക്കനിലെ മെയിൻ സോസ്. അതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാം ഷുഗറാണ് ആഡ് ചെയ്തേക്കുന്നത്. നോർമൽ ഷുഗർ വേണമെങ്കിലും ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കുരുമുളക്. കുരുമുളകിൻ്റെ അളവ് കണ്ടിട്ട് ആരും ഇതൊരു ഓവർ സ്പൈസി സോസാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് വളരെ മൈൽഡായിട്ടുള്ള ഒരു സോസാണ്. ഇതിലെ ഷുഗർ കണ്ടൻറ്റും സോസിൽ കിടന്ന് കുക്കാവുന്നത് കൊണ്ടുമൊക്കെ ആ ഒരു സ്പൈസിനെസ് നല്ല കൺട്രോൾഡ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന പാം ഷുഗർ ഈ ഒരു സോസിൻ്റെ കളറും റിച്ച്നെസ്സും ഒക്കെ ഒത്തിരി എൻഹാൻസ് ചെയ്യും. നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ മാറ്റി വെച്ച ആ ഒരു ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ തിരിച്ച് മറിച്ചു വിട്ട് ആ സോസൊക്കെ നല്ല തിക്കായി വരുന്നത് വരെ നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു സംഭവം, ഓത്തൻറ്റിക് റെസിപ്പിയിൽ ഈ സവാളയുടെ പ്രസൻസ് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ചേർക്കുന്നവരും ഉണ്ട്, ചേർക്കാത്തവരും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സോസും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. നമ്മുടെ അഡോബോ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മസാല ടേസ്റ്റിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റാണ്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. See you in our next video. Thanks for watching.